ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ പറയുന്നത് മെത്തലപ്പാരയെന്നാണ്. അപ്പോഴിതിന് ഒരുപാട് മുള്ളൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മീനാണിത്. അപ്പോൾ ഈ മീൻ കട്ട് ചെയ്യുന്നതും കറി വയ്ക്കുന്നതും ഫ്രൈ ചെയ്യുന്നതും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ മീനിൻ്റെ പുറത്തെ തൊലി ഒരു സിൽവർ ഗ്രേ കളറാണ്. നമ്മുടെ നാട്ടിലെ പാംലെറ്റ്, അതായത് ആവോലി എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും ഇത് കറി വെച്ച് കഴിഞ്ഞാൽ. 9 മീൻ കിട്ടിയിട്ടുണ്ട്. ഈ 9 എണ്ണത്തിനും കൂടെ 100 രൂപ മാത്രമേ ഉള്ളൂ വില. മീനിൻ്റെ കുടലും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം ഈ കണ്ണങ്ങ് എടുത്ത് കളയാം. അതിനുശേഷം കല്ലുപ്പിട്ടിട്ട് കുറേശ്ശെ മീനെടുത്ത് നല്ലതുപോലെ ഒന്ന് ഉരവി കഴുകണം. മീനിൻ്റെ പുറത്തെ തൊലിയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് ഉരവുന്നത്. അതിനുശേഷം 2-3 വെള്ളത്തിൽ ഈ മീനൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മീനെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം തലഭാഗം, ബാക്കി കറിക്കെടുക്കാം. തല ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നീട് കുറച്ച് ഉപ്പുനീരും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പുനീരും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തല കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിലേക്ക് എടുത്തിട്ട് ഈ അരപ്പെല്ലാം പിടിക്കത്തക്ക വിധം, ഈ തലയിൽ അരപ്പെല്ലാം പിടിക്കത്തക്ക വിധം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഈ തല കഷ്ണങ്ങൾ ഇതിലേക്ക് പറക്കി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് മറു സൈഡും കൂടി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. അപ്പോൾ ഈ തലയെല്ലാം ഫ്രൈ ചെയ്യാനെടുത്ത ശേഷം ബാക്കിയുള്ള മീൻ ആണ് കറിക്കെടുക്കുന്നത്. ഈ മീനാണ് ഞാൻ കറിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും മീനിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ചിരകിയെടുത്ത തേങ്ങ 1.5 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിൽ, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു 7 എണ്ണം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതിന് മുൻപും മീൻ കട്ട് ചെയ്യുന്നതും കറി വയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് അരയ്ക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഈ കലക്കി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്ത ശേഷം ഞാനിത് സ്റ്റവിലേക്ക് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കറിക്ക് ഒരുപാട് വെള്ളമൊന്നും കൂട്ടി വെച്ചിട്ടില്ല. ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കറി ഇവിടെ നിന്ന് തിളച്ച് വരട്ടെ. നമുക്ക് മീൻ തല, നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്ന മീൻ തലയൊക്കെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. മീനെല്ലാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള പച്ചമാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കറി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ട് 2 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ പച്ചമാങ്ങയും കുറച്ച് പച്ചമുളകും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എന്ന് പറയുമ്പോഴത്തേക്ക് 2 എരിവ് കുറഞ്ഞ 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമാങ്ങ അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഈ സമയം കൊണ്ട് നമ്മുടെ മീനിൻ്റെ തലയൊക്കെ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തലയുടെ മുള്ള് വരെ ഒടിഞ്ഞു പോകുന്ന രീതിയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. കറി തിളച്ച് ആ പച്ചമാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിരുന്ന മീനങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം പതുക്കെ കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി കറി ഒന്ന് തിളച്ച് വരുന്ന സമയം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മീനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂടിപ്പോകരുത്. കറി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച ശേഷം തീ കുറച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് സമയം കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കി. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കറിയുടെ മുകളിൽ. നമ്മൾ ഈ കറിക്ക് പ്രത്യേകിച്ച് എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ തേങ്ങയുടെ എണ്ണയാണ് തെളിഞ്ഞ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മീനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കറിക്ക് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് താളിച്ചിടാം. അങ്ങനെ നമ്മുടെ മെത്തലപ്പാര മീൻ കറിയും മീൻ തല ഫ്രൈയും ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.